വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. വീട്ടിലൊക്കെ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേരത്തെ ചായക്കടിയെന്നോ അതെല്ലാം കുറിക്കാനുള്ള ഒരു സംഭവമെന്നോ ഒക്കെ നിങ്ങൾക്ക് ഇതിനെ പറയാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ 4-5 ചേരുവ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം അവരുടെ ഈ ചിപ്സിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു റെസിപ്പിക്കായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ സിമ്പിളായിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ചൂടോട് കൂടി തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അമർത്തിയിട്ട് ഉടച്ചിട്ടെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീരെ കട്ടയില്ലാതെ നന്നായിട്ട് നിങ്ങൾക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ഉടച്ചെടുക്കാം. ഒരു 150 ഗ്രാമാണ് ഉരുളക്കിഴങ്ങിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് ഇതിന് ആ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവും. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വേണം കുഴച്ചിട്ടെടുക്കാനായിട്ട്. നമ്മൾ പത്തിരീൻ്റെ ഒക്കെ മാവ് കുഴക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചിട്ടെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഓരോ പോർഷനായിട്ട് നമുക്ക് നീളത്തിൽ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കണം. ഇത് കയ്യിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിനെ ഈക്വൽ ആയിട്ടുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബോളുകളൊക്കെ ഒരേ വലുപ്പത്തിലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അതിനുശേഷം കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കയ്യിൽ ഓയിലാക്കിയാൽ മതി. ഞാൻ അടുപ്പത്ത് ഓയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ബൗൾ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടാൻ പാടുള്ളതല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പുറംഭാഗം നല്ല ബ്രൗൺ ആവും, അകം വേവുമില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോഴേ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് നിങ്ങൾക്ക് ഫ്രൈ ആയി കിട്ടുള്ളൂ. എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത് എന്നുള്ളതാണ്. നമ്മൾ വേവിച്ച പൊട്ടറ്റോയിൽ തന്നെ ഈർപ്പം ഉണ്ടാവും. അതിൽ തന്നെ നിങ്ങൾക്ക് ആ മാവ് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അഥവാ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫ്ലവറിൻ്റെയും അരിപ്പൊടിയുടെയും അളവ് കൂട്ടിയിട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ അതാ നമ്മുടെ ബോൾസൊക്കെ നല്ല ഈവണായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള ബോൾസും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പം 3 ട്രിപ്പായിട്ടാണ് ഈ ഒരു സ്നാക്ക് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഫ്രൈ ആക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഫ്ലേവേഴ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ചീസ് പൗഡറോ അതല്ല വേറെ പിസ്സ ഫ്ലേവേഴ്സ്, ഒറിഗാനോ അങ്ങനെയുള്ള എന്ത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. നല്ല ക്രിസ്പിയും നല്ല യമ്മി ആയിട്ടുള്ള ഒരു കുറിക്കുന്ന പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.